ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം വീട്ടിലാട്ടോ. ഇപ്പം ഞാൻ വെക്കേഷനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, കോഴീനെയൊക്കെ കാണിച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ വെക്കേഷനായിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ ഞാൻ 2 ദിവസം നിൽക്കാനായിട്ട് വന്നതാട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചേക്കല്ലേ കുട്ടികൾക്ക്, അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ തന്നെ കടലക്കറിയാണ് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് പത്തിരി ആട്ടോ. അപ്പോൾ നാത്തൂന് പത്തിരിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് ചുട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ കടലക്കറി ഉണ്ടായി കോമ്പിനേഷന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കാനുണ്ടാവുമല്ലോ. നമ്മൾ കുറേ നാൾ കൂടിയിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലൊക്കെ പോയി നിൽക്കണത്. അപ്പോൾ നാട്ടുകാരെയും വീട്ടുകാരെയും സ്വന്തക്കാരെയൊക്കെ കാണാനും ഒക്കെ ആയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉമ്മച്ചിയുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ എന്നെ കണ്ടപ്പോൾ അവരിങ്ങനെ വിശേഷമൊക്കെ ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ വെറുതെ താഴെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് തരണ്ടേ. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് പിന്നെ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ ഇളയ ബ്രദറിൻ്റെ വീട് താഴെ ഉണ്ട്. പിന്നെ നമ്മുടെ അയൽവാസികളും റിലേറ്റീവ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങുക, എല്ലാവരെയും ഒന്ന് കാണുക, സംസാരിക്കുക, അങ്ങനെ ആയിട്ട് പോണതാണ്. അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ കൃഷിയാട്ടോ, കൂടുതൽ കൃഷി ചെയ്യണ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോളാട്ടോ ആ മോള് കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പാടമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ പാടമല്ല, ഇത് കപ്പയാണ് ഇപ്പോൾ നട്ടേക്കണത്. ആദ്യം ഇത് പാടമായിരുന്നു, നെൽപ്പാടം. ഇപ്പോൾ കൃഷിയൊന്നുമില്ല, ഇപ്പോൾ ഇങ്ങനെ കപ്പ നടാണ്. അപ്പോൾ ഈ കപ്പയുടെ ചുവട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാട്ടുമരുന്നുകളുണ്ട് കേട്ടോ. നമ്മുടെ മുയൽ ചെവിയൻ, പൂവാങ്കുരുന്ന്, അങ്ങനെയുള്ള നമുക്ക് എണ്ണ കാച്ചാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഈ കാട്ടിലൂടെ നോക്കിയാൽ കിട്ടും. കയ്യുണ്ണിയൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവൾക്ക് ഈ കാട്ടിലിങ്ങനെ പൂവുകൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കിട്ടുന്ന പൂവൊക്കെ പറിച്ച് തലയിൽ വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാനും പൂവൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ ഒരു കുഞ്ഞു തോട് പോകുന്നുണ്ട്. അത് ഇങ്ങനെ കാട് പിടിച്ചേക്കണോണ്ട് കാണാൻ പറ്റണില്ല. അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല മഴക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ശംഖുപുഷ്പം മുകളിൽ ഒരു വീട്ടിൽ നിൽപ്പുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ഒരു വലിയ പടർന്ന് നിൽപ്പുണ്ട്. അവിടെ നിന്നെങ്ങാനും വിത്ത് ചാടിയിട്ടായിരിക്കും ഇവിടെയും തന്നെ ശംഖുപുഷ്പം മുളച്ചിട്ട് പൂവൊക്കെ ആയിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഞാൻ അവൾക്ക് അതൊക്കെ പറിച്ചു കൊടുക്കണതാണ്. ഈ തോട് മഴക്കാലത്ത് ഇതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് മോൾ ഭാഗം വരെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കണതിൻ്റെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് കുളിക്കാനൊക്കെയുള്ള സംവിധാനമൊക്കെ ഉണ്ടായിട്ടോ. ആദ്യമൊക്കെ എല്ലായിടത്തും ഇങ്ങനെ പൈപ്പുകളും കുളിമുറികളൊന്നും ഇല്ലല്ലോ, വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമായിട്ട് പറയണം. അപ്പോൾ എല്ലാവരും വന്ന് കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ തോട് ഇങ്ങനെ ചെന്ന് നിൽക്കണടുത്ത് ഇങ്ങനെ ഒരു കുളം പോലെ, ചെറിയൊരു കുളം പോലെ സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ അലക്കല്ലൊക്കെ ഇട്ടിട്ട് 3-4 അലക്കല്ല് ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും അലക്കി കുളിക്കാൻ പാകത്തിന് ചെറിയൊരു കുളം പോലെ ആക്കിയിട്ടുണ്ടായി. അപ്പോൾ അത് ചെറിയ കുളമായതുകൊണ്ട് തന്നെ അതിനെ ചിരട്ടക്കുളം എന്നാട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞങ്ങൾ ചിരട്ടക്കുളത്തിൽ പോകാമെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോന്നേക്കണത്. അപ്പോൾ ഇപ്പോൾ അതിൽ വെള്ളം കുറവായിരുന്നു, കാണിച്ചു തരാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ ആരും അങ്ങനെ അലക്കാനും കുളിക്കാനൊന്നും ആരും വരാറുമില്ല കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ കൂട്ട് ആരും ഇങ്ങനെ തോടുകളിലും പുഴയിലും ഒന്നും പോയി അലക്കി കുളിക്കുകയൊന്നുമില്ലല്ലോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നേരെ കയറി പോവാട്ടോ. അപ്പോൾ അവൾക്ക് ദാഹിക്കണം എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കാനായിട്ട് ഉമ്മച്ചി നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഓരോ ചേച്ചിമാരെയൊക്കെ കണ്ട് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഈ വേലികൾക്ക് പകരം ചെടികൾ വെച്ചിട്ടുള്ള വേലിയൊക്കെ പണ്ടത്തെ കാഴ്ചകളായിരുന്നല്ലോ. ഇപ്പം എല്ലാം മതിലായി. ആദ്യമൊക്കെ ഇങ്ങനെ നിറയെ നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികളായിരിക്കും. എന്നിട്ട് അതിങ്ങനെ വെട്ടി വെട്ടി നിർത്തുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വേലിയാണെന്നേ പറയില്ല, എന്നാൽ എല്ലാവരുടെയും അതിരത്ത് നിറയെ ചെടികളായിരിക്കും. അങ്ങനെ അത് ഓരോന്നൊക്കെ നോക്കി നോക്കി പോവാണ്. അപ്പോൾ അവർ കയറിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ ആ ശംഖുപുഷ്പം പടർന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇവിടെ നിന്നെങ്ങാനും വിത്ത് ചാടിയിട്ട് താഴെ പോയി മുളച്ചതായിരിക്കും. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ താഴേക്കൊരു വേറൊരു ഊടുവഴി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഊടുവഴി ഇങ്ങനെ ഇറങ്ങി പോവാണ്. അതിൽ പോയി കഴിഞ്ഞാൽ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ വീടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും വാഴ നട്ടിട്ട് വാഴത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ആയിട്ട് ഇപ്പോൾ ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്നും ഇങ്ങനെ കാണാനില്ലാത്ത കാഴ്ചകളാണല്ലോ. വാഴത്തോട്ടമൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ. അപ്പം ഞാൻ അതും കുറച്ച് നേരം നിന്ന് വീഡിയോ എടുത്തതാണ്. ഇതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല.
ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഇങ്ങനെ വാഴ നട്ടിട്ട് അതിനിടയിലൂടെ ഇങ്ങനെ ചീര മുളച്ച് നിൽക്കും കേട്ടോ. ഇഷ്ടംപോലെ മുള്ളൻചീരയും മണൽ ചീരയൊക്കെ അങ്ങനെ മുളച്ച് നിൽക്കും. അത് നല്ല ടേസ്റ്റാണ്. ആ ചീര നമ്മൾ തോരൻ വയ്ക്കുകയോ വെറുതെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാൽ പോലും നല്ല ടേസ്റ്റാണ്. ഇപ്പം അങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാനേ ഇല്ല. ഇപ്പം ഞങ്ങളുടെ അങ്ങോട്ടേക്കൊന്നും എല്ലാവർക്കും ഇങ്ങനെ 5 സെൻറ്റ് സ്ഥലം അതിനകത്തൊരു വീട്, ആ ഒരു രീതിയാണ്. ഇവിടെയാണ് പിന്നെയും കുറച്ചും കൂടി സ്ഥലമെങ്കിലും കാണാനുള്ളത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ എളിമാടെ വീടൊക്കെ എത്തിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചൊക്കെ പോന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഉച്ചയായപ്പോഴാട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചി തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയത്. പിന്നെ ചിക്കനും പിന്നെ അതിന് അച്ചാറും അങ്ങനെ പപ്പടം എല്ലാം ഉണ്ട് കോമ്പിനേഷനായിട്ട്. അപ്പോൾ എനിക്ക് 2 ബ്രദേഴ്സാണ് കേട്ടോ ഉള്ളത്. ഞാനൊരു പെണ്ണും 2 ആണുമാണ് വീട്ടിലുള്ളത്. അപ്പോൾ അവരുടെ മക്കളും എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ വെക്കേഷന് കുട്ടികളും എല്ലാവരും ആയിട്ടുള്ള കൂടിച്ചേരലാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയും ചെയ്യും. അപ്പോൾ ഇളയ ബ്രദറും മക്കളും വന്നിട്ടുണ്ട്, ഞാനും മക്കളും വന്നിട്ടുണ്ട്. ഇതാണ് മൂത്ത ആൾ. ഞങ്ങളെല്ലാവരും ഇരുന്ന് അങ്ങനെ ഊണ് കഴിക്കുകയാണ്. അങ്ങനെ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. വൈകുന്നേരം ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് കേക്ക് ഉണ്ട്. എന്നാൽ കേക്ക് കട്ട് ചെയ്തിട്ട് ചായയുടെ കൂടെ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ കുട്ടികളും എല്ലാവരും ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് കഴിച്ചാലും അതിനൊരു ടേസ്റ്റും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് ചെയ്യുന്നതിനേക്കാളും എല്ലാവരും കൂടിയിരിക്കുമ്പോഴാണല്ലോ കൂടുതൽ സന്തോഷം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു